ബാങ് എവിടെ പോയിരിക്കുന്നത്? പാമ്പ് 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 നീയാ? ഈ കാട്ടിൻ്റെ അകത്ത് വന്നിരുന്ന് അടിച്ചാൽ പേടിക്കൂലടാ മനുഷ്യൻ. ഞാൻ എവിടെ പോയിരിക്കാളിയാ? അതുകൊണ്ട് കൊണ്ടുവന്നു എന്തായാലും സാധനം വാങ്ങിച്ച് 2 പൊറോട്ടയും ഇച്ചിരി ഗ്രേവിയും കിട്ടി. എന്തരാളിയാ ബിരിയാണി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പൊറോട്ടയും ഗ്രേവിയും വാങ്ങിച്ചോണ്ടോ? സുഖവാസ കേന്ദ്രത്തിലല്ലേ നീ വന്നീങ്ങളാ ബിരിയാണി വാങ്ങിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ. ഒരു പ്ലേറ്റ് ചിക്കനെങ്കിലും വാങ്ങിച്ചോടാ. നീ തിന്നാനാടാ ഒളിവിൽ വന്നത്? അല്ല നിന്റെ ഞാൻ ഒളിവിൽ പോകാൻ തന്നെ പറഞ്ഞ. നീ എന്നെ ഈ എരുമേരെ അടുത്ത് വന്നിരിക്കണ എന്തിനാണ്? ഇവിടെ ആകുമ്പോൾ ആരും കാണൂല. ആര് പറഞ്ഞു കാണൂലെന്ന്? റോഡിൽ കൂടെ തേരാ പാര ആളുകൾ പോകണം, കാണൂല. അതല്ലേ ഇവിടെ ഒളിച്ചിരിക്കണം തന്നെ. നീ എന്നിട്ട് ഒളിവിൽ പോകാൻ പറഞ്ഞിട്ട് നീ ഈ കുറ്റിക്കാട്ടിൽ വന്ന് എന്തിനിരിക്കുന്നു? ഞാൻ പോയി ഒളിവിൽ പോയി. എന്നിട്ട് എന്റെ മാമിയുടെ വീട്ടിൽ പോയി. അവിടെ ഞാൻ പോയി നോക്കിയപ്പോഴും 25 എണ്ണം കിടക്കണം. ഒളിവിൽ വന്ന് കിടക്കണം? അല്ല, അവിടുത്തെ കോവിലിന്റെ ഉത്സവം അത് കാണാൻ വേണ്ടി വന്ന് കിടക്കണം. അവരുടെ കുടുംബക്കാരൊക്കെ വന്ന്. ഞാൻ പിന്നെ ഹാളിലാണ് കിടന്നത്. 7 എണ്ണം ഹാളിൽ നിരന്ന് കിടക്കാണ്. എന്റെ പൊന്നളിയെ ഞാൻ പോയത് 2 എണ്ണം വെളിയിലാണ് കിടന്നത്. അതുകൊണ്ട് രാത്രി ഒരുത്ത മൂത്രം ഒഴിക്കാൻ പോയളിയാ അത്രയുണ്ട്. എന്റെ പെടലിൽ കൂടെ ചവിട്ടിക്കൊണ്ടാണ് അവൻ പോയത്. എടാ നീ ഈ കാര്യം പറയാതെ നിന്റെ ഒളിവിൽ പോകാൻ പറഞ്ഞ എടാ പോലീസ് തൂക്കിക്കൊണ്ട് പോവാടാ ചെറുക്കാൻ നിന്നെ. അങ്ങനെയൊന്നും പറയരുതേ. അങ്ങനെയൊക്കെ പറഞ്ഞ നിനക്ക് വേറെ ബന്ധുക്കളില്ലേ? ബന്ധുക്കളെ കൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പോയി നിൽക്കാൻ പറ്റൂല. നീയോട് അല്ലെങ്കിൽ നീ വരൂലല്ല, നിങ്ങൾ പിള്ളേരുള്ള അല്ലേ, നിന്റെ പിള്ളേരുള്ളപ്പോ നീ വരൂലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? അത് ഓക്കെ, അവിടെ നിൽക്കട്ടെ. നിന്റെ ഈ കൂടെ ഉണ്ടായിരുന്നില്ലേ കുറെ എണ്ണം? അവന്മാരൊക്കെ എവിടെ ഇപ്പം? എല്ലാരെയും ഞാൻ വിളിച്ചളിയാ. സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫ്? അതിൽ 2 പേര് തമിഴ്നാട്ടിലുള്ളതാണ്, തെങ്കാശിക്കാരന്മാരാണ്. എന്നാ അവിടെ തെങ്കാശി പോയി നിൽക്കാത്തത്? എനിക്ക് അവന്മാരെ വീട് അറിഞ്ഞുവിടുന്നു. ഞാൻ ബസ് സ്റ്റാൻഡ് വെച്ചല്ലേ കണ്ടത്. നീ എന്താടാ നീ എന്ത് വകുപ്പിലാണ് ഈ കച്ചവടത്തിൽ ചെന്ന് ചാടിയത്? അല്ലെ അതൊക്കെ വിട്, എന്നെ എങ്ങനെയൊന്ന് രക്ഷിതളിയാ. അല്ലേന്ന് അറിയാല്ല, ആ വീട്ടിൽ എൻ്റെ പിള്ളേരെ മുമ്പ് വെച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റൂല. ആ പിള്ളേർ എന്ത് വേദനിക്കും? അവരുടെ അമ്മാവ് ഇങ്ങനെയുള്ള കേസിലൊക്കെ പെട്ടെന്ന് അറിഞ്ഞാൽ ഓരോ യാണികളെടുത്ത് തലയിൽ വെച്ചിട്ട് രക്ഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടോ നോക്കളിയാ. ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ മുൻകൂർ ജാമ്യം എടുത്താലേ കാര്യം നടക്കുള്ളൂ. മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ഒഴിവാക്കാം. എന്നാ പിന്നെ മുൻകൂർ ജാമ്യം എടുക്കാം. അങ്ങനെയാണെങ്കിൽ മിനിമം 10,000 രൂപ വേണ്ടി വരും. 10,000 രൂപ? പിന്നെ 10,000 രൂപ എടുക്കണ്ടേ? ജാമ്യം ഫ്രീ ആയിട്ട് കോടതിയിൽ എടുത്ത് നിരത്തി വെച്ചിരിക്കണം, എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എൻ്റെ ഉള്ളി എത്രയും പൈസയൊക്കെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നല്ലൊരു ഐഡിയ വരട്ടെ. അത് എൻ്റെ ഓഫീസിൽ വന്ന് കിടക്കട്ടെ. എടാ റേഷൻ അരി വാങ്ങിക്കാൻ വേണ്ടിയാണ് ആ ഓഫീസും തുറന്നു വെച്ചാൽ അവിടെ ഇരിക്കണം. നീ അവിടെ വന്ന് കയറിയിട്ട് എന്നെയും കൂടെ കൂട്ടുപ്രതിയായിട്ട് പിടിച്ചോണ്ട് പോകും. നീ കാണിക്കണേ ഈ പോക്കൃത്തിനൊക്കെ ഞാൻ എന്തിനാ സഹിക്കണത്? എടാ ഇനി ആകെ ചെയ്യാനുള്ളത് നീ ഈ നിന്റെയൊക്കെ പേരിൽ കേസ് കൊടുത്തില്ലേ, അവരെ പോയി കണ്ടിട്ട് അവരെ കൈയും കാലും പിടിച്ച് പ്രതിപട്ടികയിൽ നിന്ന് നിന്റെ പേര് മാറ്റി തരാൻ പറയണം. അതേ ഉള്ളൂ ഒരു ചെലവില്ലാത്ത വഴി. അതെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാം. അത് ചെയ്യണം ഉടനെ. ജീപ്പിന്റെ ആംബുലൻസിന്റെ സൗണ്ട്. പൊറോട്ട വേണ്ടടാ, പൊറോട്ട. ഈ പാങ് പൈൽ എന്തായാലും ഇത് എനിക്ക് വിധിച്ചതാണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിക്കായിരുന്നു. എവിടെ നിന്ന് വരുന്നതാണ്? ഒതുങ്ങി കിടന്നൂടെ? ചൂർന്നിട്ട് വയ്യ. നിനക്ക് ചൊറിയുന്നൊന്നില്ലേ? എന്നെ ഞാൻ ചൊറിയും. പണ്ടാരം പോത്തെ ദേഹത്തൊക്കെ ചൊറിയുന്നുണ്ടോന്ന് ചോദിച്ചേ? ഇല്ല. ഏത് സമയത്താണോ ഈ പോത്തിനെ? പോത്ത് തന്നെയാ, തുറക്കുന്നുണ്ടില്ലയോ? നീ പോടി. ചാരു, ചാരു, എടി കഥക്ക് തുറക്ക്. എടി. ഓ ഇനി അവൾ അതിനകത്ത് ഉറങ്ങി കാണും. ഇത് എങ്ങനെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നോ? നീ ഇവിടെ നടക്കുവല്ലേ സുഖമായിട്ട്? എന്റെ പുറത്തടിച്ച് ഉറക്കം കളഞ്ഞതും പോരാ, നീ ഇവിടെ കിടത്താൻ സമ്മതിക്കില്ല. എനിക്ക് പോയേ.
ആര് നിന്റെ പുറത്തടിച്ചെന്ന്? നീ തന്നെ മോള് റൂമിൽ വെച്ച്. എടി അത് ഞാൻ നിന്നെ മേത്തിട്ട് അടിച്ചതല്ല. വെട്ടിക്കിടന്നത്തെ മേല് മൊത്തം ചൊറിഞ്ഞിട്ട് വയ്യ. കയ്യും കാലും ഒന്നും എടുത്താടി ചൊറിഞ്ഞത്. നിനക്കും ചൊറിഞ്ഞായിരുന്നോ? നിനക്ക് ചൊറിഞ്ഞ ഇത് കണ്ടോ? ചൊറിഞ്ഞ് തടിച്ചിരിക്കുന്നു. റാഷായല്ലടി. ആ എന്റെ ദേഹത്തും ചൊറിഞ്ഞ് തടിച്ചു. ഇനി വല്ല മൂട്ടയുണ്ടോ നമ്മുടെ ബെഡില്? ബെഡില് മൂട്ടൊന്നും കാണത്തില്ല. എനിക്ക് തോന്നുന്ന ബെഡ്ഷീറ്റിലായിരിക്കും. എത്ര നാളെ നമ്മൾ ആ ബെഡ്ഷീറ്റ് കഴുകിയിട്ട് അതാ ആ ബെഡ്ഷീറ്റ് മാറ്റണം. അത് മാത്രമല്ല ആ ടീനെ വൃത്തിയില്ലാതെ പുറത്തൊക്കെ പോയി അഴി വിരിഞ്ഞ് വന്നിട്ട് കുളിക്കാതൊക്കെ അവിടെ കയറി കിടക്കുന്നത്. വൃത്തിയില്ലാത്തുള്ളൂ. ബോംബെക്കാരിയെന്ന് പറഞ്ഞ വല്ല ജാട മാത്രമേ അല്ലേ? പിന്നെ അല്ലാണ്ട് നമുക്കൊരു കാര്യം ചെയ്താലാ? 2-3 ബെഡ്ഷീറ്റും പില്ലോ കവറും വാങ്ങിച്ചാലോ? മേടിക്കണം, അത്യാവശ്യമാ. അതില്ലാതെ ഇനി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി പോയി കിടന്നാൽ ചൊറിയും, ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാതായി അറിയാലോ ആ ദിവസം മൊത്തത്തിൽ പന്നലായി. സത്യം ഉറക്കമാണ് മെയിൻ. എടി എന്നൊരു കാര്യം ചെയ്യാം. നിന്റെ ഫോൺ എവിടെ? ഫോൺ എടുത്തണ്ടോ? ഓൺലൈനിൽ നോക്കാം, ഓർഡർ ചെയ്യാം. എടി ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് എന്ന് വരാനാ? നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ജംഗ്ഷനിൽ കടയിൽ അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വരാം. കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് ആവൂടി. ഓൺലൈൻ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫറിൽ കിട്ടും സാധനം. ഷെയർ ഇടാം. 3-4 പേരുണ്ടല്ലോ, ഷെയർ ഇടുമ്പം അതിന്റെ കറക്റ്റ് പൈസ വന്നോളൂ. എൻ്റെ ഇപ്പൊ തൽക്കാലം നീ എടുക്കുവോ? കാരണം കുറച്ച് ടൈറ്റാ. ഞാൻ നിനക്ക് കൈ കിട്ടുമ്പോ തന്നെ തന്നേക്കാം. തരുവോടെ? എന്തുവാടി, ഞാൻ മുന്നേക്കെ ഉള്ള തന്നിട്ടില്ല നിനക്ക്. ശരി. പിന്നെ ആ ടീനോട് നീ തന്നെ പോയി ചോദിക്കുക ഷെയർ. അതൊക്കെ ഞാൻ ചോദിച്ചോ. ഞാൻ ഷെയർ ചോദിച്ച് അടിയായി വഴക്കേ അവസരം ഭയങ്കര ബഹളമാവും. ഞാൻ ചോദിക്കാം, സെറ്റാക്കും. ശരി, ഞാൻ എന്നാ കുറച്ചുകൂടെ കിടന്നുറങ്ങട്ടെ. ഉറങ്ങല്ലേ? സമയം ഇപ്പൊ തന്നെ 9 മണി കഴിഞ്ഞ്. 9 മണിയായോ? എഴുന്നേക്ക്. എടി നീ ആ ബാത്റൂമിലെങ്ങനെ ഇരുന്ന് ഉറങ്ങി? ഞാൻ അതുപോലെ ഉറങ്ങിയിട്ട് 10 മിനിറ്റ് കൂടെ കിടന്ന് ഉറങ്ങട്ടെടി. ബാത്റൂമിൽ ഇരുന്ന് ഉറങ്ങണ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല. എഴുന്നേറ്റ്. നിനക്ക് ജോലിക്കുണ്ട്. വേണ്ട എഴുന്നേക്ക്. ജോലിക്കൂ. എന്തെങ്കിലും ചായ ഇട്ടുണ്ടോ ചെല്ല്? അതെങ്ങനെ ശരിയാവണേ? ജോലിക്കും പോടി. ജോലി നിനക്കെങ്കിലും ഒന്നുണ്ടല്ലോ, പോവാൻ നോക്ക്. ചെല്ല്. ഒരു 5-6 മിനിറ്റ് കൂടെ കിടന്നോട്ടെ. ഒരു 5-6 മിനിറ്റും ഇല്ല. സാരില്ല, പോട്ടെ. നമുക്ക് വന്നിട്ട് ഉറങ്ങാം. ചെല്ല്. ഓടി ചെല്ല്. നല്ലോ ചെല്ല്. ചായ ഞാൻ ഇട്ട് വന്നേക്കാം. ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഇനി അവിടെ പോടി. കേറിപ്പോ. ഞാൻ അങ്ങോട്ട് കയറി വരുവേ. ചേട്ടാ കുറച്ചുകൂടെ കസ്കസ് ഇട്ട് തരുമോ? അളിയാ, കസ്കസോ എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു അർത്ഥം വന്നൊരു ഫീലൊക്കെ തോന്നുന്നു അളിയാ. ഡ്രിങ്ക്സ് കുടിച്ചപ്പോൾ അങ്ങനെ ബാറിൽ പോയി ചിൽഡ് ബിയർ കുടിച്ചാൽ കുറച്ചുകൂടെ അർത്ഥം വരും. എടാ കുരിപ്പേ, അയ്യോ ഞാൻ കുടിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ അവന്തിയുടെ കാര്യമാടാ പറഞ്ഞത്. അവളെൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഡെയിലി രാവിലെ നേരത്തെ എണീക്കുന്നു, മൊബൈൽ നോക്കുന്നു, അവൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നു. എടാ ഒരു പ്രത്യേക ഫീൽ അളിയാ, പറഞ്ഞാൽ മനസ്സിലാവൂല നിനക്ക്. ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? നിനക്ക്. എനിക്കെന്താ മനസ്സിലാവാത്ത എന്ത്? അല്ല, നീ ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും അനുഭവിച്ചിട്ടില്ലല്ലോ അളിയാ. അപ്പം എങ്ങനെ നിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമില്ല. ആര് പറഞ്ഞു? രാവിലെ എണീറ്റ എനിക്ക് മെസ്സേജ് അയക്കാതെ ചാരുക്കുട്ടി ഒന്നും ചെയ്യൂല. രാവിലെ എണീറ്റ നിനക്ക് മെസ്സേജ് അയക്കാതെ ചാരുക്കുട്ടി ഒന്നും ചെയ്യൂല. എടാ ചുമ്മാ ഇല്ല അളിയാ. ഞാൻ കാര്യമായിട്ടോ ചുമ്മാ എന്തിന്? എനിക്ക് ചുമ്മാറേണ്ട ആവശ്യമൊന്നുമില്ല. കാണിച്ചാ മെസ്സേജ്? എന്തോ കാണിച്ചാരേ? രാവിലെ എണീറ്റ ചാരുക്കുട്ടി അയക്കണം മെസ്സേജ്. അങ്ങനെ കാണിച്ചാലേ പറ്റില്ല. അങ്ങനെ കാണിച്ചാലേ അങ്ങനെ ശരിയാ. ഞങ്ങളുടെ കുറെ പേഴ്സണൽ മെസ്സേജസ്, നമ്മളെ കുറെ പേജിന് മെസ്സേജ് ഇങ്ങനെ കിടന്ന് കള്ളം പറയില്ല അറിയാം. ഇതിന്റെ മുഖത്ത് കണ്ടാ അറിയാം സങ്കടമുണ്ട്. ഞാൻ കള്ളം പറയേണ്ട ആവശ്യം തരേ. ഞാൻ ഈ കാര്യത്തിലെ കള്ളം പറയേണ്ട ആവശ്യം. ആര് വിഷമിച്ചു? വിഷമിക്കാതെ ഞാൻ ചുമ്മാ എനിക്ക് വിഷമം ഇല്ല. ആര് വിഷമിച്ചു? അളിയാ, നിങ്ങളൊരു പ്രോപ്പർ റിലേഷൻഷിപ്പിലൊന്നും എത്തിയിട്ടില്ലെന്നും അത് കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ നിനക്കറിയാം? എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിട്. എങ്ങനെ അറിയാമെന്ന് പറ. അറിയാം. ചാരു അവന്തിയോട് പറഞ്ഞു, അവന്തി മോള് എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ നിന്നോട് പറയുന്നു. അങ്ങനെ പറഞ്ഞു? അതെന്താ സംഭവം എന്ന് അറിയാമോ? അത് സംഭവം ഞാൻ പറഞ്ഞു തരാം. എന്താണ് അവൾക്ക് നല്ലൊരു കരിയർ കിട്ടാതെ അവൾ റിലേഷനെ പറ്റി ചിന്തിക്കേ ഇല്ലെന്ന് കൊക്കാക്കാൻ തോന്നുന്നു. ലവിനെ പറ്റി അല്ല, കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നവരെ കരിയർ സെറ്റായിട്ടേ ഉള്ളൂ. ലവിനെ പറ്റിയാലും കല്യാണത്തിനെ പറ്റിയാണെങ്കിലും അതുവരെ നിന്റെ കാര്യം ഊഞ്ഞാല് താണ്ട. ഊഞ്ഞാലെന്ന് പറഞ്ഞെന്ന് തോന്നി. നീ എന്തോ അങ്ങനത്തെ ഒരു സംസാരിക്കുന്നത് തോന്നുന്നു. നിനക്ക് അവിടെ നിനക്ക് സെറ്റായതൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ. പിന്നെ നീ പോടേ ഒന്ന്. ഡേ നീ കുറിച്ച് വെച്ചോ. സെറ്റാവും. നിന്റെ മുന്നിൽ വെച്ചല്ലേ അവളെന്നെ ഹഗ് ചെയ്തത്. തന്നെ അതിനർത്ഥം എന്താണ്? എനിക്കെങ്ങനെ അറിയാം അവൾ ഹഗ് ചെയ്തേ? അർത്ഥം എന്താണ്? വേറെ എന്തോന്ന് അർത്ഥം? ഇഷ്ടമാണെന്നുള്ള അർത്ഥം. കൂട്ടുകാരനെ ഹഗ് ചെയ്യും. ഏത് കൂട്ടുകാരനെ ഹഗ് ചെയ്യും? നീ എത്ര പ്രാവശ്യം എന്നെ ഹഗ് ചെയ്തിട്ടുണ്ട്? നീ ഉണ്ടാക്കി നിന്നെ ഇപ്പൊ ഹഗ് ചെയ്യാ? അല്ല എടാ, ഇഷ്ടമാണ്. നീ കൂടുതൽ ഡയലോഗ് ഒന്നും പാട്ട ഒരു മറ്റേ ഓറഞ്ച് വെള്ളം മാറ്റി എന്തോന്ന് വെള്ളം ഉണ്ടായത് വെള്ളം മാറ്റി ഒന്നും പറഞ്ഞോണ്ട് കൂടുതൽ മറ്റേ ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ ചിരിക്കണം എന്തിന്? ചിരിക്കണം എന്തിന്? നീ ഒരു കാര്യം കുറിച്ച് വെച്ചോ. നിന്റെ മറ്റേ പെണ്ണിന്റെ പേരെന്തോ? അവന്തിക. അവന്തികയുടെ
കല്യാണം കഴിയുന്നതിന് പിറ്റേ ദിവസം അവന്തിയുടെ കല്യാണം നിന്റെ അവന്തിയുടെ കല്യാണം കഴിയുന്നതിന് പിറ്റേ ദിവസം എന്റെ ചാരുവിന്റെ കല്യാണം നടന്നിരിക്കും. നീ കുറിച്ച് വെച്ചോ. നടക്കാത്ത കാര്യം നടക്കാത്ത കാര്യം കാണിച്ചു തരാം. വീട്ടിൽ കൊണ്ടാക്കാം. എനിക്ക് വേണ്ട. എടാ ഞാൻ വണ്ടി കൊണ്ടാക്കാന്ന് നടന്നു വാങ്ങിച്ചരാന്ന്. ഓടാ. എന്താ ഇത് ചോദിക്കാനോ വന്നെങ്കിൽ തരത്തില്ല. അയ്യേ ഞാൻ മുട്ടയൊക്കെ നിർത്തിയേക്കാണ്, ഡയറ്റിംഗ് ആണ്. ആണോ? രക്ഷപ്പെട്ട്. അപ്പൊ പിന്നെ മര്യാദ കഴിക്കാം. ഓഹോ, പഴം ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പിടിക്കുകയാണല്ലോ. പിന്നെ അല്ല, കാണുന്ന സ്ഥലത്ത് വെച്ച് ഇല്ല, വേറെ ഒന്നുമില്ല. കാണുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളൊക്കെ ഇത് കഴിക്കൂലേ? ആണോ? എന്നിട്ട് ഒരു മയമില്ലാണ്ട് ഞങ്ങൾ വാങ്ങിച്ചേക്കണ കിടന്ന് കഴിക്കുന്നുണ്ടല്ലോ. ഇനി മേല ഞങ്ങൾ എന്തെങ്കിലും വെച്ച തൊട്ടാലുണ്ടല്ലോ. മോളെ, എന്റെ അവന്തിയുടെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. തമാശ പറഞ്ഞല്ലേ? പിന്നെ പറയണ്ടൊക്കെ പറഞ്ഞിട്ട് തമാശ എന്ന് പറയല്ലേ, വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല കേട്ടാ. തമാശ ഉള്ള പൊടി എനിക്കങ്ങ് വേണമെന്നില്ല പഴം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബെഡിൽ വിരിക്കാനേ പുതിയ ഷീറ്റും പില്ലോ കവറും വാങ്ങിക്കാനൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ഷെയർ തരണേ. എന്തിനെന്നാ? വിരിച്ചിട്ട് കിടക്കാൻ. എനിക്കങ്ങും പറ്റത്തില്ല. എനിക്കങ്ങും പറ്റത്തില്ലെന്നാ? നീ കൂടെ അല്ലേ ആ ബെഡിൽ കിടക്കുന്നേ? പിന്നെ എങ്ങനെ നിനക്ക് പറ്റാത്തത്? എടി എന്തിനാ എക്സ്പെൻസ് കൂട്ടുന്നേ? വെറുതെ ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ചിട്ട്. എടി ഒന്നാമത്തെ അതിനകത്ത് കിടന്നിട്ട് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ റാഷസ് ആണ്. എനിക്ക് ഞാൻ അതിനകത്ത് കിടക്കാൻ പറ്റില്ല, അവന്തിക്കും പറ്റില്ല. അതെ, എനിക്ക് ചൊറിച്ചിലില്ല കേട്ടാ. നിങ്ങൾക്കല്ലേ ഉള്ളൂ, നിങ്ങൾ വാങ്ങിക്കും. സ്വയം ചൊറിയെങ്കിലും ചൊറിച്ചിൽ വരും. എന്താ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ നിനക്ക് തരാൻ സൗകര്യമില്ല അല്ലേ? ഇല്ല, എനിക്ക് ചൊറിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ. ഒരുമാതിരി എല്ലാവരും തീരുമാനം എടുക്കാൻ നേരത്തെ ചന്തിരിച്ച് കാണിക്കുന്ന സ്വഭാവം വലിയ സുഖമുള്ള കേട്ടാ. അശ്ശേ, എന്ത് വർത്താനം ഇങ്ങനെയൊക്കെ സംസാരിക്കലേ ആരും. ഞാൻ ഉദ്ദേശിച്ചത് മുഖം തിരിക്കുന്ന കാര്യമാ. നിന്റെ മറ്റേ മൈൻഡ് അങ്ങോട്ട് തന്നെ പോണത് എന്റെ കുഴപ്പമില്ല. ആദ്യം കുറച്ച് ജേർണലിസ്റ്റ് ആണല്ലോ. എടി 1000 രൂപയുണ്ടേ, ഒരു 3 ബെഡ്ഷീറ്റ് വാങ്ങിക്കുക. അതാകുമ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. എടി 1000 രൂപയ്ക്ക് 3 ബെഡ്ഷീറ്റ് എവിടെ നിന്ന് കിട്ടും? ബാക്കി ഇവിടുമല്ലോ. അതാണ് പ്രശ്നം. അവൾ ഇടത്തില്ലെന്ന് പറയുന്നത്. അവൾ ആ ചൊറിഞ്ഞ ബെഡ്ഷീറ്റിൽ തന്നെ കിടന്നോളാം. അവൾക്ക് ചൊറിച്ചിലില്ലാന്ന്. ഇങ്ങോട്ട് നോക്കേ, ആരെങ്കിലും എന്തെങ്കിലും മേടിക്കാൻ നിൽക്കുമ്പോ കുത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ടല്ലോ. മര്യാദയ്ക്ക് പൈസ കൊടുത്തോ, അല്ലെങ്കിൽ മൂക്കടിച്ചാൻ പറ്റും. കേട്ടല്ല? നീ പോയിട്ടോടി. എടി മറക്കല്ലേ, ഇന്ന് തന്നെ വാങ്ങിക്കണേ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാ. നോക്ക്, ഇല്ലെങ്കിൽ ആ ചൊറിഞ്ഞോണ്ട് കിടക്കേണ്ടവര് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ വാങ്ങിച്ചോളി. നീ സമയമില്ല. കഴിച്ചിട്ടോ. അവള് പറഞ്ഞത് കേട്ടല്ല. എല്ലാരും കൂടി തീരുമാനം എടുക്കാൻ നേരത്ത് അതിനകത്ത് നിക്കണം. പൈസ ഷെയർ ഇടണം. മനസ്സിലായാ? ഇനി ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. ഇപ്പൊ നിന്നോട് കുറച്ച് സ്നേഹം വന്നു, അതുകൊണ്ട് നിനക്ക് ഇച്ചിരി തരാം. കഴിച്ചോ. ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡൊക്കെയാണ്. ഫുൾ വേണ്ട മരങ്ങൾ, പുല്ല്, എങ്ങനെ കൊള്ളാമല്ലോ. ഇതാവുമ്പോൾ ഈ സ്ഥലം അവന്തിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കെന്നാൽ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ച് ആ ഭാഗത്തായിട്ടൊരു കുഞ്ഞു വീട്, അവിടെ ഞാനും അവന്തിയും നമുക്ക് ഡെയിലി രാവിലെ എണീറ്റ് കൈകൾ കോർത്ത് പിടിച്ച് അതുവഴി പയ്യെ നടക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2 പിള്ളേരൊക്കെ വേണം. ആൺകൊച്ചോ പെൺകൊച്ചോ ട്വിൻസോ, എനിക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അവരെ തോളിലേറ്റ് രാവിലെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ ഇറങ്ങണം. അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് കൈകൾ കോർത്ത്. പിന്നെ എൻ്റെ തിരക്കേറിയ ജീവിതമൊക്കെ എനിക്ക് മടുത്തു. പറ്റുമെങ്കിൽ ആ കമ്പനി അങ്ങ് വിൽക്കണം. ആ പൈസയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കുറേ സ്ഥലം വാങ്ങിച്ച് വെച്ച് നമുക്ക് ഇവിടെ കിടന്ന് സന്തോഷമായിട്ട് അങ്ങ് ജീവിച്ച് ഹാപ്പി ആയിട്ടിരിക്കണം. അതാകുമ്പോൾ ഡെയിലി രാവിലെ അവൻ്റെ ഇവിടെ മുഖവും കണ്ട് എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ. എന്താ ഒന്നും പറയാത്തെ? എന്താ കല്ലുരയ്ക്കുന്ന ശബ്ദം? അവന്തി ഗുഡ് മോർണിംഗ് സാർ. അല്ല സാറല്ല, ശ്യാമൻ. അല്ല, ഞാൻ ഇവിടെ വീട് സ്ഥലം. എന്ത് പറ്റി? ക്ഷീണം ഉണ്ടല്ലോ മുഖത്ത്. ഒന്നും പറയണ്ട ശ്യാമേ, ഇന്നലെ ഒരു പോള് കണ്ണടച്ചിട്ടില്ല. അയ്യോ, അതെന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. ശ്യാമേ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അയ്യോ, അതൊക്കെ ചോദിക്കാൻ തിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ പ്ലാന് നമ്മളെ വീട്, കുടുംബം, കുട്ടികൾ. ഏത് വീട്, കുടുംബം, കുട്ടികൾ? അല്ല, ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒന്നും കേട്ടില്ല. അല്ല,
കുഴപ്പമില്ല ശ്യാം, എനിക്ക് ഫ്രീ ആകുമ്പോൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ, ഞാൻ സൗകര്യം പോലെ കേട്ടോളാം. അത് പറയണതിൻ്റെ ഒരു ഫീലിംഗ്. പോവാ, നമുക്കെന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലമൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് പോവാ. ഈ പട്ടിക്കാട് വാങ്ങിച്ചിട്ട് എന്തിനാ ശ്യാമേ? രാത്രി ഒന്ന് കൊതുകടി കൊള്ളാനോ? മര്യാദക്ക് USA പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാവേ. വാ, സമയം പോയി. ഓ US ആക്കണ്ട, നമുക്ക് എവിടെ വേണോ പോവാ. സൂക്ഷിച്ച്. ഓ പോവാ. ഇല്ലല്ലോ ഇല്ലാതിരിക്കും. അതെ, അവള് വന്നാ ഞാൻ നിന്റെ പേരെ പറയത്തുള്ളൂ കേട്ടോ. ഒരുമാതിരി ചീറ്റിംഗ് കാണിക്കില്ല ചാരോ. നീ ഉണ്ടായിരുന്നല്ലോ വെട്ടി വിഴുങ്ങാൻ. നീ എന്ത് ചീറ്റിങ്? നീ എന്നെ കൂടി വഴി തെറ്റിച്ചത് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളിതെപ്പോ വന്ന്? കൊറേ നേരം വന്നിട്ട്. പൈസ തികഞ്ഞായിരുന്നോ? എനിക്കതായിരുന്നു ടെൻഷൻ. അല്ല, നിങ്ങൾ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചില്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് ഭയങ്കര സെറ്റ് ആക്കി ഇരിക്കുകയായിരിക്കും. എന്തോന്നും മിണ്ടാത്ത രണ്ടുപേരും. ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നേ. ബെഡ്ഷീറ്റ് വിരിക്കാത്ത എന്തെങ്കിലും എടുക്കുക, ഞാൻ വിരിച്ചോളാം. ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ പറ്റിയില്ല. വാങ്ങിക്കാൻ പറ്റിയില്ലേ? എന്തോന്ന് ചാരു നീ പറയുന്നത്? എനിക്ക് മേടിക്കാൻ പോകാൻ പറ്റാത്തോണ്ടല്ലേ നിങ്ങളെ പറഞ്ഞു വിട്ടത്? ഇന്ന് ഉറങ്ങാതെ പോയതുകൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാവോ? നീ ആ പൈസ എടുക്കുക, ഞാൻ പോയി വാങ്ങിച്ചോളൂ. എടുക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ വേണം ആദ്യം മേടിക്കാനെ കൊണ്ട്. പൈസ എടുക്ക് തരൂ. പൈസ എവിടെ? പൈസ ചെലവായി പോയി. ചെലവായി പോയോ? എങ്ങനെ? അത് ഞങ്ങള് സത്യം പറഞ്ഞാ ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ ഇറങ്ങി. ചൂട് നിനക്കറിയാലോ, വല്ലാത്ത ചൂട്. അതുകൊണ്ട് പോണ വഴിക്ക് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ ഇരിക്കല്ലേ? ജ്യൂസ് പറഞ്ഞാലോ? ജ്യൂസിൽ തുടങ്ങാം. പറ. ജ്യൂസിൽ തുടങ്ങാം. ജ്യൂസിൽ തുടങ്ങി ജ്യൂസിൽ തന്നെ തീർക്കാം. നമ്മുടെ അത്ര ബഡ്ജറ്റേ ഉള്ളൂ. ഞാൻ നീ എന്തേലൊക്കെ പറ. ചേട്ടാ, പറഞ്ഞോ. 2 ജ്യൂസ് വേണമായിരുന്നു. ഏതൊക്കെയാ ഉള്ളത്? ഓറഞ്ച് ജ്യൂസ്, മാംഗോ ജ്യൂസ്. ഓറഞ്ച് പറയാം. ഗ്രേപ്പ് 2 ഓറഞ്ച്. ഓക്കെ. മുംബൈയിലായിരുന്നെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ടീന ബേബി എന്ത് വേണേലും പറഞ്ഞു, നീ എന്ത് കഴിച്ചു ബില്ല് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നീക്ക് എന്ത് ഫ്രണ്ടാടേ. എന്നാ പിന്നെ ചേച്ചിക്ക് അങ്ങ് മുംബൈ തന്നെ ഇരുന്നാ പോരായിരുന്ന? എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? അതൊരു കാര്യമുണ്ട് ചാരു. അവിടുത്തെ മുംബൈ അണ്ടർവേൾഡിൽ എല്ലാവർക്കും ഞാനൊരു തലവേദനയായിരുന്നു. എന്താണെന്നറിയോ, ഞാൻ എല്ലാ ദിവസവും അവരെ കുറിച്ച് ന്യൂസ് അങ്ങ് എഴുതി വിടുമല്ലേ. കേൾക്കുന്നു. ന്യൂസ് എഴുതി വിടുമ്പോഴത്തേക്കും അവർക്ക് ഞാനൊരു തലവേദന വരെ തട്ടിക്കളയാന്ന് വിചാരിച്ചു. എന്തായാലും മരണഭയം എല്ലാവർക്കും നിനക്കായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം മുംബൈ കമ്മീഷണറിന്റെ പേഴ്സണലായിട്ട് വിളിച്ചെന്റെ അടുത്തോണ്ട് ടീന മുംബൈ കമ്മീഷണർ പേഴ്സണലായിട്ട് വിളിച്ചു. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ടീന നാട്ടിലോട്ട് പോക്ക്, ഇവിടെ ഇന്ന് സേഫ് അല്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മുംബൈ വിലസം നടക്കേണ്ട ആളല്ലേ. ചേട്ടാ, വേഗം ജ്യൂസ് ഒന്നും കൊണ്ടുവരോ? അല്ല ഇപ്പൊ തള്ളി റെസ്റ്റോറന്റ് മൊത്തം മറിച്ചിടും. താങ്ക് യു. ചേച്ചി കഴിക്കാൻ എന്താ വേണ്ടത്? കഴിക്കാനൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. താങ്ക് യു. ടർക്കിഷ് ബിരിയാണി ഉണ്ട്, സ്പെഷ്യലാണ്. എന്തോന്ന്? ടർക്കിഷ് ബിരിയാണി സാധനമാണ്. ചാരു വാങ്ങിച്ചാലോന്നാ? ബിരിയാണി കൂടി വാങ്ങിച്ച ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ പൈസ തികയോ? അതെ, ആദ്യം നമുക്ക് സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞില്ല, ആദ്യം നമുക്ക് അത് കഴിക്കാം, എന്നിട്ട് ബെഡ്ഷീറ്റ് മേടിക്കാം. എന്തും വെച്ച് വാങ്ങിക്കും ബാക്കി. നമുക്ക് സെറ്റ് ചെയ്യാന്ന്, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഉറപ്പാണ്? ഉറപ്പ്. ചേച്ചി 2 എടുക്കട്ടോ? ഓക്കെ, 2 എടുക്കാം. ബിരിയാണി കഴിച്ചിട്ട് അവന്തി കൊല്ലും തികഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. നമുക്ക് സെറ്റ് ചെയ്യാന്ന്, ഇനി മേടിക്കണ്ട. എന്റെ വാക്കും പഴയതൊക്കെ ഏകദേശം ഒരേപോലെ.
ബില്ലി ഓഹോ അപ്പം തന്ന പൈസക്ക് രണ്ടും കൂടെ പോയി പുട്ടടിച്ചിട്ടൊന്നല്ലേ? പുട്ടലടി ടർക്കിഷ് ചിക്കൻ ബിരിയാണി. ചാരും എന്നെ കൂടെ നിന്ന് പറയിപ്പിക്കരുത്. നാടല്ലേ നിനക്കൊക്കെ ഇതൊന്നും എന്റെ അടുത്ത് പറയാൻ? ബാക്കിയുള്ളവരും ഇവിടെ ഓരോ ദിവസം കഴിയുന്ന മുണ്ട് മുറുക്കിട്ടാ, അതറിയാവോ? എന്നിട്ട് തുടരെ രണ്ടും കൂടെ പോയി വയറ് നിറച്ച് കഴിച്ചിട്ട് എനിക്കൊന്നും കേക്കണ്ട. ഒന്നെങ്കിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ എന്റെ പൈസ. എനിക്ക് ഇത് രണ്ടിലേക്കും ഒന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. എടി എല്ലാം ഞാൻ സെറ്റാക്കി തരും, എല്ലാം സെറ്റാക്കി. ഇപ്പൊ നീ താഴത്തേക്ക് വാ. ചാരും അങ്ങോട്ട് താഴത്തേക്ക് വാ. താഴെ ആയിരിക്കുന്നത്. ആൾറെഡി ഞങ്ങൾ കഴിച്ച ചിക്കൻ ബിരിയാണിയുടെ കുറച്ച് മിച്ചം ഞാൻ നിനക്ക് പാഴ്സലാക്കി കൊണ്ടിട്ടുണ്ട്, അത് കഴിക്കാം. വാ. നിനക്ക് നാളെ വിളിച്ചാലും ഇതൊക്കെ എന്റെ അടുത്ത് പറയാൻ? കഴിച്ചതിന്റെ ബാലൻസും കൊണ്ട് വന്നേക്കുന്നു രണ്ടെണ്ണം കൂടി. എന്റെ കൺമുന്നിൽ പോയെടുത്തെങ്കിലും പോകാൻ.